ആഷിഖ്, നമുക്ക് CPM എന്ന പാർട്ടിയുടെ പ്രത്യേകത അറിയാം. അതായത് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അല്ലെങ്കിൽ വെട്ടിവീഴ്ത്താൻ ശ്രമിക്കപ്പെട്ടവർ അവർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അവരെ വിടാതെ പിന്തുടരുന്ന ആക്രമിക്കുന്ന ഒരു രീതി CPM എന്ന പാർട്ടിക്കുണ്ട്. അത് നമ്മൾ പല സ്ഥലങ്ങളിലായി പലപ്പോഴായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് പയ്യന്നൂരിലാണ്. കുഞ്ഞികൃഷ്ണൻ നമുക്കറിയാം പാർട്ടി വിട്ടു, UDF-നൊപ്പം നിന്ന് മത്സരിക്കുകയും ചെയ്തു. എന്നിട്ടും തീരാത്ത അമർഷം കണ്ണൂരിൽ കാണുന്നുണ്ടല്ലേ? അതെ, ഇന്ന് പുലർച്ചെ വരെ അദ്ദേഹത്തിന്റെ അനുകൂലികളായ സുഹൃത്തുക്കളുടെ വീടിന് നേരെ കല്ലേറും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് പുറത്തിറങ്ങിയത് അറിയാമല്ലോ. ആ പബ്ലിക്കേഷൻ ചെയ്ത ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ള പേരിൽ അദ്ദേഹം ഒരാളുടെ വീടിന്റെ കാറ് കത്തിച്ചു, വീടിന് നേരെ കല്ലെറിഞ്ഞു. ഇതൊക്കെ എന്താണ് CPM നമുക്ക് ഈ ഒരു സമൂഹത്തിലേക്ക് എന്താണ് അതെ, ഇപ്പൊ കുഞ്ഞികൃഷ്ണന്റെ വീട്ടിൽ ഒരു ഗ്രീൻ ഹൗസ്, ചെടിയൊക്കെ വളർത്തുന്ന ഒരു ഗ്രീൻ ഹൗസ് ഉണ്ടായിരുന്നു. അതിന്റെ മേളിലേക്കും കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു പുരോഗമനപരമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുരോഗമനം പറയുന്ന ആൾക്കാരാണ്. CPM-മാരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട. ഇടതുപക്ഷം ഫേസ്ബുക്ക് വോളുകളിൽ എഴുതിയിടുന്ന പുരോഗമന വാചകങ്ങൾ വായിച്ചാൽ നമ്മളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമുക്ക് ചിന്തിച്ചു പോകും. അതൊക്കെ വളരെ നല്ല കാര്യം. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇഷ്ടമില്ലാത്ത ഒരു ഇടത്ത് നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോയാൽ അയാളെ സമാധാനപരമായി പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഏതൊരു ബന്ധത്തിന്റെയും ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ഏത് മനുഷ്യന്റെയും ഒരു ബേസിക് ധാർമ്മികത എന്ന് പറയുന്നത്. അതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു കുടുംബം ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇപ്പോൾ ഇടതുപക്ഷത്ത് തുടരാൻ താല്പര്യമില്ല, പല കാരണങ്ങൾ, എന്ത് കാരണങ്ങളോ ആയിക്കോട്ടെ, താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വിയോജിപ്പുകൾ പ്രതിഷേധമായി രേഖപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ, അയാളെ എങ്ങനെയാണ് ഇങ്ങനെ വീണ്ടും വേട്ടയാടാൻ ഈ പറഞ്ഞ പുരോഗമനവാദികൾക്ക് കഴിയുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് പുരോഗമനം വെറും വാക്കുകളിൽ മാത്രമാണ്. ആശയം കൊണ്ട് നേരിടാതെ വടിവാളുകളും കല്ലുകളും കൊണ്ട് നേരിട്ട് ഉള്ള ഒരു പരമ്പരാഗത ശീലയാണ് ഇപ്പോൾ ഈ CPM അനുവർത്തിച്ചു വരുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള മറ്റേ TP ചന്ദ്രശേഖർ വധക്കേസ് വരെ അറിയാവുന്നതാണ്. അത് മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി ഇപ്പൊ G സുധാകരനാവട്ടെ, ഐഷ പോറ്റി ആവട്ടെ, ഗോവിന്ദൻ സഖാവട്ടെ, അദ്ദേഹത്തിനെയൊക്കെ വർഗവഞ്ചകൻ അല്ലെങ്കിൽ പാർട്ടിക്ക് കൊള്ളാത്തവൻ എന്നുള്ള രീതിയിൽ മുദ്ര കുത്തി വിടുകയാണ്. അവരോടൊന്നും സംസാരിക്കാനോ അവരെ അനുനയിപ്പിക്കാനോ ഇവർ ശ്രമിക്കുന്നില്ല. ഇല്ല, ഇപ്പൊ മുകളിലുള്ള നേതാക്കൾ അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞാൽ അറിയുന്ന നേതാക്കളൊക്കെ ഇങ്ങനെ വർഗവഞ്ചകൻ, കുലം കുത്തി എന്നൊക്കെ വിളിക്കുമ്പോൾ അതിനെ താഴേക്കുള്ള പ്രവർത്തകരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഈ പറഞ്ഞ നേതാക്കൾ. ഈ പറഞ്ഞ ഐഷ പോറ്റി നിങ്ങൾ ആക്രമിച്ചോളൂ. ഇപ്പൊ ഐഷ പോറ്റിയുടെ ഒരു വീഡിയോ ഇട്ടാൽ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഒക്കെ വളരെ മോശമായിട്ടാണ്. ഒരു സ്ത്രീയെ പറയാൻ പറ്റുന്നതിൽ വളരെ മോശം, സ്ത്രീ എന്നുള്ളത് പോട്ടെ, ബാക്കി ഏതൊരു നേതാവിന്റെ ആണെങ്കിലും അവരുടെ കമന്റ് ബോക്സുകളിൽ പോയി മോശം പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നേതാക്കൾ തന്നെയാണ് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുന്നത്. പക്ഷേ വിരോധാഭാസം എന്താണെന്നല്ല, സ്ത്രീ സുരക്ഷയെ കുറിച്ചും സമാധാനത്തെ കുറിച്ചും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഈ പാർട്ടി തന്നെയാണല്ലോ മറ്റുള്ളവരെ ഇതേ രീതിയിൽ തേജോധം ചെയ്യുന്നുള്ളതും മറ്റൊരു സങ്കടകരമായുള്ള കാര്യമാണ്. അതെ, ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ മധുസൂദനൻ എന്ന വ്യക്തിക്കെതിരെ ഒരു ധനരാജ് ഫണ്ട് തട്ടിപ്പ്, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് പാർട്ടിയെ കണ്ണടച്ചു കളഞ്ഞു. പാർട്ടി അതിനെതിരെ നടപടിയെടുത്തില്ല. അദ്ദേഹം പ്രതിഷേധം ആരംഭിക്കുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപാണ്. ആ സമയത്ത് ഞങ്ങൾ നേഷൻ ഫസ്റ്റിൽ നിന്ന് കുഞ്ഞികൃഷ്ണനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഫോണിൽ സംസാരിക്കുമ്പോൾ പറയുകയാണ്, മുറ്റത്തെന്ത് ബഹളമോ, അവരെന്തൊക്കെയോ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ വളരെ നോർമലായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എത്ര നാള് കഴിഞ്ഞാലും ഈ ആക്രമണം തുടരും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. ആ ഘട്ടത്തിലൊക്കെ ഞങ്ങൾക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഇപ്പോൾ TPയുടെ സാഹചര്യം, TPക്ക് ഉണ്ടായതുപോലെ അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയ മറ്റ് രക്തസാക്ഷികൾ, ഇവർ പറയുന്ന രക്തസാക്ഷികൾക്ക് സംഭവിച്ചതുപോലെ ഒരു അപായം അയാൾക്ക് സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം തിരഞ്ഞെടുപ്പ് വരുന്നു, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, പ്രചാരണ പരിപാടികൾ നടത്തുന്നു, ബുക്ക് പ്രകാശനം ചെയ്യുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ ഇതിന്റെ എല്ലാം ഇന്റൻസിറ്റി കുറയുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടും ഈ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇത് കഴിയുന്നില്ല, ഈ പക തീരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ ഈ ആരോപണം ഉന്നയിച്ച ആൾ മധുസൂദനൻ എന്ന വ്യക്തി അവിടെ മത്സരിക്കുകയാണ്, ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്. അയാൾക്കെതിരെ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വീണ്ടും സീറ്റ് നൽകി അവിടെ സ്ഥാനം ഉറപ്പിക്കുകയും പാർട്ടി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആക്രമണം ഉണ്ടാവുന്നത് ഇദ്ദേഹത്തിനെതിരെയാണ്. അതുമാത്രമല്ല, ഈ കണ്ണൂർ എന്ന് പറയുമ്പോൾ ഈ CPM-ന്റെ കുത്തക കോട്ടയാണ്. ആ ഒരു കോട്ടയിൽ CPM-മാരുടെ ഇവരുടെ ഈ അക്രമ പരമ്പര എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മഴ പെയ്യുന്ന പോലെയാണ്. അതായത് സ്വാഭാവികമാണ്, കണ്ണൂരല്ലേ, അപ്പോൾ അക്രമം ഉണ്ടാവും. അങ്ങനെ ജനറലൈസ് ചെയ്യുന്ന രീതിയിലായി അവരുടെ അക്രമ
സ്വഭാവങ്ങൾ. ഇപ്പൊ മേഘ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് അറിയാം ഇവർ ഏത് എക്സ്റ്റെന്റ് വരെ പോകുന്നുള്ളത്. കാരണം TP പോലുള്ള ഉദാഹരണങ്ങൾ മുന്നിലുണ്ട്. അപ്പൊ നാളെ അടുത്ത TP ഇദ്ദേഹം ആകുമോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു ഭയം ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. കാരണം ഒന്നിനും മടിക്കാത്ത ഒരു എന്താ ഒരു വെട്ടുകളി കൂട്ടത്തെ ആണ് ഈ CPM വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എന്റെ മറ്റൊരു ചോദ്യം ഇതാണ്, ഇവിടെ ഒരു ആഭ്യന്തര മന്ത്രിയുണ്ടോ? ഇവിടെ ഒരു പോലീസ് സംവിധാനമുണ്ടോ? ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് പാർട്ടിയെ അടക്കിയിരുത്തുക. നിങ്ങളിത് ചെയ്യരുത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ UDF കോൺഗ്രസിലുള്ളത്, കോൺഗ്രസ് പോലെ ഒരു പാർട്ടി അല്ല CPM എന്ന് പറയുന്നത്. CPM-നുള്ളിൽ നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അവിടെ കർക്കശമായി പറഞ്ഞാൽ അത് ചെയ്യേണ്ടത് അത് അണികളുടെ ഉത്തരവാദിത്തമാണ്. അതെ, ഒരു സാധ്യതയാണ് അങ്ങനെ ചെയ്യാം, പക്ഷെ അത് ചെയ്യില്ല. കാരണം പാർട്ടി ഒരുക്കിയിരിക്കുന്ന ഗുണ്ടകളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നാട്ടിൽ ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് മലമ്പുഴയിൽ മത്സരിച്ച VS അച്യുതാനന്ദന്റെ വലങ്കൈയായിരുന്ന A സുരേഷിന്റെ ഇന്റർവ്യൂ എടുക്കാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് രോഹിതേട്ടൻ ചോദിക്കുന്നുണ്ട്, ഭയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇല്ല, ഭയമില്ല. ജീവൻ പോകുമെന്ന ഭയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭയമില്ല, പക്ഷെ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ ഈ പാർട്ടിയുടെ സിസ്റ്റം ഇതാണ് എന്നുള്ളൊരു ആ ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാം. തീർച്ചയായിട്ടും അറിയായിരിക്കും. അത് പാർട്ടിക്കുള്ളിലുള്ളവർക്കും അറിയാം. പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പേർ പാർട്ടിക്കുള്ളിൽ ശ്വാസം മുട്ടി നിൽക്കുന്നുണ്ടാകാം ഈ ഭയത്തിന്റെ എല്ലാം പുറത്ത്. ഇപ്പോൾ അവഗണനകൾ സഹിച്ച്, ഇപ്പോൾ ഐഷ പൊറ്റിയോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ ചെയ്ത ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് എടുത്തു, എന്നിട്ട് ഒരു ഉദ്ഘാടനത്തിന് പോലും എന്റെ പേര് വെക്കില്ല, എന്നെ ക്ഷണിക്കില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദ്യം ചെയ്തപ്പോൾ പോലും മൈൻഡ് ചെയ്യാത്ത നേതാക്കളാണ് അവർ. പേരെടുത്ത് പറയുന്നുണ്ട്, KN ബാലഗോപാലിന്റെ പേര്, ജില്ലാ സെക്രട്ടറിയുടെ പേര് ഉൾപ്പെടുത്തി പറയുന്നു. പിണറായി വിജയനോട് സംസാരിച്ചു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും അവരെ തഴഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഭയം ഉണ്ടാകാം പാർട്ടിയിൽ നിന്ന് പുറത്തു വരാൻ. എപ്പോഴോ കിട്ടിയ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് തീരുമാനങ്ങൾ പലതും എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ജീവന് ഭയമുണ്ട് അവർക്കെതിരെ സംസാരിക്കാൻ. ഇപ്പോൾ കണ്ണൂരിലും കാസർഗോഡും ഒക്കെ പയ്യന്നൂര് തൃക്കരിപ്പൂർ ആ മണ്ഡലങ്ങളിൽ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. 95% മുകളിൽ പാർട്ടി വോട്ടുകളുള്ള ബൂത്തുകൾ. അവിടെ സ്ഥാനാർത്ഥികളെ പോലും പഞ്ചായത്ത് ഇലക്ഷനൊക്കെ സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ പറ്റാത്ത ബൂത്തുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. അതെ, ഈ പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിക്ക് വോട്ട് കൊടുക്കണം, വേറൊരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്ന് അവിടുത്തെ വ്യക്തികൾക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല. സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തന്നെ അവർക്ക് വോട്ട് ചെയ്താൽ അത് തങ്ങളുടെ ജീവൻ അല്ലെങ്കിൽ അവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉടനീളമുണ്ട്. ഇപ്പോൾ കണ്ണൂര് ഒരു പാർട്ടി ആധിപത്യമുള്ളൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു. പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് വീടിന്റെ വഴിയടച്ച് കൊടിമരം നാട്ടുന്നത്, അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. കലാലയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തെല്ലാം വലിയ പ്രശ്നങ്ങൾ. ആധിപത്യമാണ്. കാരണം മൂത്തവർ ചെയ്യുന്നതല്ലേ ഈ ചെറിയ തലമുറ. അതെ, ഇപ്പൊ കുട്ടികൾ എന്തെങ്കിലും കോളേജുകളിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ പോലും തല്ലാനിറങ്ങാൻ മുതിർന്ന നേതാക്കളുണ്ട്. ഇപ്പൊ നമ്മുടെ രാഹുലുമായിട്ട് സംസാരിക്കുമ്പോൾ രാഹുൽ പറയും, ശാസ്താംകോട്ട DB കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചവറയെ നാളെ ഇറക്കുന്നു. കുട്ടികളെ തല്ലാൻ പുറത്തു നിന്ന് ഗുണ്ടകളെ ഇറക്കുന്ന സംവിധാനം ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ പോയി തല്ലിക്കോ, ബാക്കി നമ്മൾ നോക്കാന്നാണ് ഇപ്പൊ ഈ DYFI മുതൽ പറയുന്നത്. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ നേതാക്കള് ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു കടന്നൽ സംഘം ഉണ്ടാവുമായിരുന്നില്ല, ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ ഈ SFIക്കാർക്കാണെങ്കിലും ഒരു ലൈസൻസ് അങ്ങ് കൊടുക്കുകയാണ്, നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ പുറകിലുണ്ട്, ഞങ്ങൾ കൂട്ടുനിൽക്കാം എന്നുള്ളൊരു മൗന സമ്മതം കൊടുക്കുന്നത് കൊണ്ടാണ് പല അക്രമങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർക്ക് ഇതൊരു കണ്ടീഷൻ ഉണ്ടാവുകയാണ്. SFIയിൽ നിന്ന് അടുത്ത പാർട്ടിയിലേക്ക്, അടുത്ത മുതിർന്ന തരത്തിലേക്ക് പോകുന്നു, എല്ലാവർക്കും ഈ പറഞ്ഞ സ്വാതന്ത്ര്യം എല്ലാം കിട്ടുന്നു. പിന്നെ മുതിർന്ന നേതാക്കൾക്ക് വേണ്ടി ആക്രമിക്കുന്നവരുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു നേതാവിന് മുകളിലേക്ക് കയറാൻ മറ്റൊരു നേതാവിനെ ആക്രമിക്കാൻ സ്വന്തം ഗുണ്ടകളെ വിടുന്ന സംവിധാനവും ഇവിടെ ഉണ്ട്. ഇപ്പോ ഈ പറയുന്നതൊന്നും അക്രമ രാഷ്ട്രീയം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് ഏത് പാർട്ടി ചെയ്താലും ഇതുപോലെ നമ്മളിരുന്ന് വിമർശിക്കുക തന്നെ ചെയ്യും.